കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 108 അധ്യായം 12 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണമേ, മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമല്ലോ എന്ന് കാണുന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇതൊരു ദാവീദ് പാടിയൊരു സങ്കീർത്തനമാണ്. അപ്പോൾ നിറയെ ദാവീദിൻ്റെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച് നമുക്കറിയാം. തനിക്ക് നിറയെ വൈരികളുണ്ടായിരുന്നു. തന്നെ സൗൽ രാജാവ് കൊല്ലുവാൻ എപ്പോഴും സമയം തക്കം പാർത്ത് നടന്ന ഒരു മനുഷ്യനാണ് ദാവീദ്. അപ്പോൾ ഈ പലപ്പോഴും തൻ്റെ നേരെ വന്ന വൈരിയുടെ നേരെ അവന് ജയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ദൈവത്തിൻ്റെ കരമാണ് വിടുവിച്ചത്. അപ്പോൾ ഒരു മനുഷ്യൻ വിടുവിക്കണം എന്ന് വിചാരിച്ചാൽ പോലും സാധ്യമല്ലാത്തൊരു സന്ദർഭത്തിൽ കൂടെ പലപ്പോഴും ദാവീദ് രാജാവ് കടന്നു പോയിട്ടുണ്ട്. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാമും അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല വിധമായ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ അല്ലെങ്കിൽ ആവശ്യതകൾ നമുക്ക് വരുമ്പോൾ നമുക്ക് ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ സഹോദരൻ്റെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ മക്കളുടെ സഹായം നമുക്ക് ലഭിച്ചില്ല എന്ന് വരാം. അപ്പോൾ ലഭിക്കുന്നത് വളരെ ചുരുക്ക സമയത്തെ നാം വിചാരിച്ചതുപോലെ സഹായം ലഭിക്കത്തുള്ളൂ. പലപ്പോഴും നാം വിചാരിച്ചതുപോലത്തുള്ള സഹായം ഒരു മനുഷ്യൻ്റെ കരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമല്ലോ. അപ്പം നമുക്ക് ഒരു മനുഷ്യൻ്റെ സഹായം നാം വിചാരിച്ചിരിക്കുന്നത് അത് സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ തന്നെ ആശ്രയിപ്പാനും നമ്മുടെ ഏത് ഘട്ടത്തിലും ദൈവത്തെ തന്നെ ഒരു കൂട്ടായി കൊണ്ടു നടക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് ഒരു മനുഷ്യൻ ഇറങ്ങി വന്ന് സഹായിക്കുവാൻ പറ്റാത്ത സമയത്തും ദൈവം നമുക്ക് സഹായം ചെയ്യും. എൻ്റെ ജീവിതത്തിലും ഞാൻ ഷാർജയിലായിരുന്ന സമയത്ത് ഭർത്താവിൻ്റെ ആ ഒരു വെൻറ്റിലേറ്റർ സമയം, മരണസമയം ഒക്കെ കർത്താവിൻ്റെ ഒരു സഹായം നേരിട്ട് അധികമായിട്ട്, അതിനു മുമ്പേയും ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലും അധികമായിട്ട് ഒരു വ്യക്തി പോലും സഹായത്തിനില്ലാതിരുന്ന ആ ഒരു സമയത്ത് ഇറങ്ങി വന്ന് എന്നെ സഹായിച്ച എൻ്റെ ദൈവത്തിൻ്റെ കരത്തെ ഞാൻ പ്രത്യേകം അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്ക് ഏത് ഘട്ടത്തിലും നമ്മെ സഹായിക്കുവാൻ കർത്താവുണ്ട് എന്ന ഒരു വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ച് മുന്നേറുകയാണെങ്കിൽ ഈ ലോക ജീവിതം വിജയകരമായി ജീവിച്ചു തീർക്കുവാൻ നമുക്ക് സാധിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സമയത്ത് കർത്താവേ, ഹല്ലേലൂയ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും അപ്പൻ്റെ കരങ്ങൾ തരുന്നു. നിൻ്റെ പ്രിയ മക്കൾ കർത്താവേ ഏത് ആവശ്യത്തിലിരിക്കുന്നു, കർത്താവേ ഏത് അത്യാവശ്യത്തിലിരിക്കുന്നുവെന്ന് എനിക്കറിയത്തില്ലപ്പാ. അവർ ഏത് കണ്ണുനീരിൻ്റെ പാതയിൽ കൂടെ പോകുന്നുവെന്ന് എനിക്കറിയത്തില്ല. മക്കളുടെ ആവശ്യമോ, സ്വന്തം ആവശ്യമോ, ഭർത്താവിൻ്റെ ആവശ്യമോ, ഭാര്യയുടെ ആവശ്യമോ, മാതാപിതാക്കളുടെ ആവശ്യമോ, എന്തിലേക്ക് വേണ്ടി നിൻ്റെ മക്കൾ നിൻ്റെ സന്നിധിയിൽ കർത്താവേ സ്വന്തം ആവശ്യങ്ങളോ ഏതാണ് നിൻ്റെ സന്നിധിയിൽ അവർ ഈ സമയത്ത് വയ്ക്കുന്നു, അതിലൊരു വിടുതൽ കർത്താവേ അത്രയും താമസിക്കുന്നതിന് മുമ്പ് അവർ അനുഭവിച്ചറിഞ്ഞ് കർത്താവെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ കർത്താവെ നീ കൃപ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഈ ലോക ജീവിതം കർത്താവെ അവർ സന്തോഷമായി നിന്നെ വിജയകരമായി ജീവിച്ച് തീർക്കണമെങ്കിൽ നിൻ്റെ കൃപയും സഹായവും നിൻ്റെ മക്കൾക്ക് എത്രയും ആവശ്യമായിരിക്കുന്നല്ലോ. നിൻ്റെ കൃപ കൊണ്ട് നീ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചുരുക്കമായ പ്രാർത്ഥന കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.